അതാണ് ഞാനത് എപ്പോഴും പറയല്ലേ, ഞാൻ തിരിച്ചും പറയാറുണ്ട്. അല്ല അമ്മു, അതെ, ഞാൻ ഏട്ടന്റെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏട്ടനോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ചേച്ചിയോട് പറയല്ലേ, ഏട്ടനോട് പറഞ്ഞു. ഏട്ടൻ നന്നായിട്ട് ഏട്ടനോട് പറഞ്ഞ ചിലപ്പോൾ ഏട്ടൻ പൊങ്ങിപ്പോയി. ഞാൻ ഏട്ടന്റെ അഭിനയം ഏട്ടനോട് ഡയറക്റ്റ് പോയിട്ട് പറയാറില്ലേ നന്നായിട്ടുണ്ട്, പക്ഷെ ഞാൻ ബാക്കിയല്ലായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞു കേട്ടോ നന്നായിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ദിവസം ഷൂട്ടിന് കരിമീൻ കണ്ണാറിൽ നമ്മൾ ചോദിച്ചായിരുന്നു, ബ്രോ കല്യാണം കഴിച്ചാണ്, അല്ല ഗേൾ ഫ്രണ്ട് ഉണ്ടോ? അപ്പോൾ ബ്രോ ഞാൻ കല്യാണം കഴിച്ചതാണ്, കുഞ്ഞുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ അഭിനയിക്കുമ്പോൾ അല്ല, ആള് എന്നെ നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ്. തുടക്കം മുതൽ തന്നെ പുള്ളിക്കാരൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര പ്രൗഡ് മൊമെന്റ് അല്ലേ? സത്യം, അത് കേട്ടപ്പോൾ എനിക്കും അത്ര വിശ്വാസമായില്ല. സത്യമായിട്ടും എനിക്ക് സത്യമായിട്ട് അമ്മൂസ ഇങ്ങനൊക്കെ സപ്പോർട്ട് ചെയ്യും. എനിക്കറിയത്തില്ല സത്യമായിട്ട്, ഇനി നമുക്കറിയില്ലല്ലോ. കാരണം നമ്മൾ കണ്ടതും കേട്ടതൊക്കെ ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ ഈശാഭൂഷ ആണോ തന്നെയാണ് ഞാൻ ഓർത്ത്. പക്ഷെ അതങ്ങോട്ട് വർക്ക് ചെയ്തിട്ട് കുട്ടി എന്നെ ഒരു വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് അപ്പൊ ചേച്ചി ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞ് അവളുടെ ആ സ്നേഹം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇവൾ ആഗ്രഹിക്കുന്ന രീതി അതിലും മേലെ ഇവനാകും. ഏട്ടൻ ഭയങ്കര ഇഷ്ടമാണ് അഭിനയം. അതിന് ശരിക്കും പണ്ട് മുതലേ ഏട്ടൻ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ടിക്ടോക്കുള്ള സമയം തൊട്ട് ഏട്ടൻ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, കുറച്ച് റീൽസ് ഒക്കെ ഉണ്ട്, മണിച്ചേട്ടന്റെ ഒക്കെ വീഡിയോസ് ഏട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ടിക്ടോക്ക് പ്രണയവും ഇൻസ്റ്റാഗ്രാം പ്രണയവും ഒക്കെ ഫേക്ക് ആണ്, അതിനെ സപ്പോർട്ട് ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ, അവരോട് എന്താ? അത് 100% തെറ്റാണെന്നുള്ള പ്രൂഫിങ് ഇല്ല. ടിക്ടോക്ക് പ്രണയം ഈ പറഞ്ഞ പോലെ സ്ട്രേഞ്ചേഴ്സ് ആണ്, ഈ പറഞ്ഞ പോലെ വെറും നല്ല പ്രണയമല്ല കണ്ടത്. പിന്നെ മനസ്സിലായി പാടാണ് സത്യം പറഞ്ഞാൽ, ഒരു അഭിനയത്തിൽ അത് കിട്ടാൻ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ പുതിയതായിട്ട് വന്നവർക്ക് അത് കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം ആൽബം എന്ന് പറയുന്നത് ഇവര് മാത്രമല്ല ചെയ്തേക്കുന്നത്, ഇതിനു മുമ്പ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ഇത്രയ്ക്ക് ഹിറ്റ് ആവണമെങ്കിൽ അത് ഇവര് രണ്ടുപേരും കഴിവാണ്. ഇപ്പൊ എത്ര ആൽബങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലേ? പക്ഷെ ആൽബം ഇറങ്ങി, പക്ഷെ അത് രണ്ടും സൂപ്പർ ഹിറ്റ് ആണ്. ഇന്ന് ഒരെണ്ണം ഇറങ്ങുന്നുണ്ട്, ഞങ്ങൾക്ക് അത് പ്രതീക്ഷയാണ്. അത് വലിയ പ്രതീക്ഷയാണ് ആ ഒരു ആൽബം. നിങ്ങൾ എല്ലാരും എന്താ പറയാ സപ്പോർട്ട് ചെയ്യണം. കാരണം വെച്ചാൽ ഒരു വെറൈറ്റി സ്റ്റോറിയാണ്. അതാണ്. അപ്പോ ചേച്ചിയും വൈഫിനെയും ഒന്ന് തൂക്കിയെടുക്കാവോ? വൈഫിനെ തൂക്കിയെടുക്കണം. അല്ല അതൊക്കെ പ്രൊഫഷണൽ ആയി പോയില്ലേ, ഇപ്പൊ തൂക്കിയെടുത്ത് രണ്ടുപേരും ചേർത്ത് പിടിച്ചു വന്നേക്കായിരുന്നു. പക്ഷെ രേണു ചേച്ചിയാണ് പുതിയൊരു ചാൻസ് ഏട്ടനെ കൊണ്ടുവന്നതും. ഇപ്പൊ പുറത്തു പോകുമ്പോ ഒരു 4 ആളെ ഏട്ടനെ അറിയണ്ടെങ്കിൽ ഫുൾ ക്രെഡിറ്റ് ഞങ്ങൾ ഞാനത് പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും വർക്ക് ഒരു ക്ലിക്കായിട്ട് ഇപ്പൊ ഇന്ന് ഒരു മീഡിയന്റെ മുന്നിൽ നമ്മൾ നിൽക്കാനുള്ള കാരണം ഞാൻ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചപ്പോൾ ചില ആൾക്കാർ വന്ന വഴി മറക്കുക എന്ന് പറഞ്ഞ കുറെ ആൾക്കുണ്ട്. അപ്പൊ അതുണ്ട്, കുറെ ആൾക്കാർ ചിലപ്പോൾ അതിലുണ്ട് ആളാണ് എന്നെ കയറ്റി വിട്ടത്. അപ്പൊ പറയുമ്പോൾ ഇനി അത് പറയണ്ട, സ്വയം കയറി വന്നത് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഞാൻ ഓപ്പണായി പറയാം, നമ്മൾ ഈ ഒരു പൊസിഷനിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ അതിനൊറ്റ കാരണം രേണു സുധി എന്നുള്ള ഈ വ്യക്തിയാണ്. അത് ഞാൻ ഇവിടെയല്ല എവിടെയും പറയുന്ന ഒരു കാര്യം. ഇന്റർവ്യൂലാണെങ്കിൽ ശരി, ഞാനത് പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. താങ്ക് യു. ആൾക്കാർ കണ്ടുവരാതെ ഹഗ് ചെയ്തോട്ടെ. അതെ.